പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ട്രഷർ ഹണ്ട് സെറ്റ് ആക്കിയതായിരുന്നു. എന്നിട്ട് ഈ പിശാശ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലാഷ് ബാക്ക്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. സിംഹച്ചൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുയ്സ്, ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യൂട്യൂബ് ലോകത്തേക്ക് വന്നേക്കാണ് ഗുയ്സ്. അതെ, നമ്മൾ 2 മാസം വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ വിശദീകരണ കാരണങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ജസ്റ്റ് സർപ്രൈസിങ് വീഡിയോസാണ്. ടൈറ്റിലിനപ്പോൾ ഒരു ഏകദേശം കത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കടമ്പ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗുയ്സ്. അവിടെ മൊത്തം കപ്പിൾസാണ്, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അവർക്ക് പറഞ്ഞ പ്രൈവസി. ഓക്കെ, അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒരുപാട് നാളൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാനതുകൊണ്ട് സർപ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇവിടം വരെ വന്നത്. അപ്പോൾ കുറച്ച് ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പോയി സോനാരെ കണ്ട് സോനാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കണ ഒരു ഷൂട്ട്, ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോണേ. സോ ഞാൻ മാത്രമാണ് കൊടുക്കണത്. പക്ഷേ എൻ്റെ ഗിഫ്റ്റ് മാത്രമല്ല, വേറെ കുറച്ച് പേരെ കൂടി, അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക. എന്നാൽ നമ്മളിപ്പോൾ കടമ്പ്രയാർ വന്നിട്ട് വെള്ളം കുടിച്ച് ഹെൽമെറ്റ് വെച്ച് നമ്മൾ ഫുൾ ഓഫ് വൈബിലാണ് ഗുയ്സ്. പിന്നെ ഗുയ്സ്, എൻ്റെ വീഡിയോയിലൂടെ സോനാരെ അറിയാൻ പാടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. സോനാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്സിലും നമ്മുടെ വീഡിയോസിലും ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടൻറ്റും അങ്ങനെ ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ തന്നെ ചാടി വന്ന ഒരാളാണ് സോനാർ. അപ്പോൾ അറിയാലോ, അപ്പോൾ അവൾക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ, ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ മോശമല്ലേ. അപ്പോൾ അതാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. സോ ഗേസ്, എൻ്റെ ബ്യൂട്ടി എന്ന് വെച്ചാൽ ആ കാണുന്ന സൂര്യനില്ലേ, ആ കാണുന്ന സൂര്യൻ അസ്തമിക്കണ വരെ, അതായത് ഒരു നാടൻ വൈബ് കിട്ടും. വൈകിട്ട് വന്നാൽ എനിക്കിപ്പോൾ വൈകിട്ട് സമയം, എനിക്ക് വൈകിട്ട് ജോലിക്ക് കയറണം. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ടെല്ലാം പരിപാടി കഴിഞ്ഞ് പോകാമെന്ന് വെച്ച്. ഒരു കുറേ നാൾക്ക് ശേഷം അങ്ങോട്ട് വ്ലോഗ് എടുക്കുമ്പോൾ ഒരു ഫീലാണ് ഗേസ്, പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ കുറേ സ്പോട്ടൊക്കെ ഉണ്ട്, ഇവിടെ സ്പോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ മരത്തിൻ്റെ അടിയിൽ നിൽക്കണ വരെന്ന് വെച്ചാൽ അറിയാലോ, അവർ പ്രൈവസി ഇട്ടാൻ വേണ്ടി അവർ ഇവിടെ വന്നേക്കണം. നമ്മൾ പോയി ബുദ്ധിമുട്ടി വെച്ച് വീഡിയോ ഒക്കെ ഇട്ട് കൊളാക്കണ ആവശ്യമുണ്ടോ? അറിയാലോ റിസ്വാനെ, അറിയാലോ അവസ്ഥ അതാണ്. അപ്പം നേരെ നമ്മൾ ഇനി പെരുമ്പാവൂർക്ക് പോവാം. പെരുമ്പാവൂർ നമ്മൾ സിലോണിലാണ്. പെരുമ്പാവൂർ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, സോനാടത്ത് വിളിച്ച് പറഞ്ഞുണ്ട് എഴുതുന്ന വെയിറ്റ് ചെയ്യണം കുറച്ചിരുന്നൊക്കെ. അപ്പോൾ നോക്കാം, 3:30 അവളുടെ ക്ലാസ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഇനി നടക്കാൻ പോകണേന്ന്. അയ്യോ, എനിക്കും പേടിയാവിടെ. ഇതിപ്പോൾ ഞാനാണ് സർപ്രൈസ് കാണിക്കുന്നത്, അവിടെയാണ് സർപ്രൈസ്. എന്തിനാവട്ടെ, വീഡിയോ ആണ് കേസ്. ഉണ്ട് കേസ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചിപ്പോൾ പൂഞ്ഞാശ്ശേരി എത്തറി, അതായത് പെരുമ്പാറിന് ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ മുമ്പെത്തി. ആ പുട്ടിപ്പെണ്ണാണ് എന്നെ വിളിച്ചോണ്ടിരിക്കുക. വിളിക്കില്ലേ എന്ന് പറയാൻ കേൾക്കില്ല, വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അത് 4:30 വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേൾക്കില്ല. അയ്യാ, എനിക്കാണ് ഒട്ടും പറ്റില്ല, നല്ല വിശപ്പുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ എത്തും. യെസ്, ഓക്കെ. ഇവിടെ നമ്മൾ രാവിലെ എപ്പോഴും ജിമ്മിൽ പോകാൻ നേരത്തെ ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ട് വേണം. ഇവിടെ രാവിലെ മൊത്തം മഞ്ഞൊക്കെ ആയിരിക്കും കേട്ടോ. യോ വാട്സപ്പ് ഗായ്സ്, എൻ്റെ പറഞ്ഞ ട്രാൻസ്ഫോമർ തന്നെ പൊട്ടി തീരാവുന്ന പ്രശ്നമുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. അത്രേ ഉള്ളൂ ഗേസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ട് കാണാം. ഈ സോനാർ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യേണ്ടി. അപ്പോൾ നമുക്ക് അവിടെ വിളിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകാം. അച്ചാറെ വണ്ടി വിളിക്കണം, നടന്നു പോകാം. അൺഎക്സ്പെക്റ്റഡ് മൂമെൻറ്റിൽ നിൽക്കുന്ന സോനാർ. നീ ആരെ വിളിക്കണേ? നമുക്ക് ആദ്യം ഷെയ്ക്കും ഷാർജയ്ക്ക് വരട്ടെ അല്ലേ. ഇന്ന് സോനാറിൻ്റെ ചിലവാണ്. മാജിക് ലെമൺ അതിപ്രബലമായ നിമിഷത്തിൽ സോന നിൽക്കുന്നു. ഇവിടെ ഞാനും വേറെ ആരുമില്ല. നമുക്ക് അബീനെ വിളിച്ചാലോ? വിളിച്ചോ? നോക്കണ്ട, ആദ്യം അബീനെ വിളിക്ക്. നീ വിളിക്കടി, അബി വീഡിയോ എടുക്കാൻ പറഞ്ഞേ. വിളിക്ക്. അയ്യോ, വിളിക്ക്.
അതിപ്രബലമായ നിമിഷത്തിൽ സോനാർ ഏതാ അതിപ്രബലമായ നിമിഷത്തിൽ അഭി പൊട്ടിച്ചാലോ പൊട്ടിച്ചാലോ പിടിച്ചേ പൊട്ടിക്കട്ടെ ഇത് കുപ്പി വെള്ളടി അബിയുടെ പൊട്ടിക്കട്ടെ അബിയുടെ പൊട്ടിക്കട്ടെ ഇത് അബിയുടെ നിക്ക് ഞാൻ ബാക്ക് ക്യാമറ തഞ്ചല പൊട്ടിച്ചോ നീ കളിച്ചു പിടിച്ചോ എന്താടാ ഫ്രണ്ടോ എന്നാ ബാക്ക് അടിച്ചോ എന്നാ കണ്ടോ അവളെ കുത്തി പൊട്ടിക്ക അയ്യോ അത് അബിയുടെ കലാവിരുദ്ധ അല്ല അബി നമ്മളിവിടെ സോന വിഷമത്തിലാണോ നീ വലിച്ചിരിക്കോ പൊട്ടിക്ക് അയ്യോ ഇത് ഇവളെന്തെങ്കിലും പൊട്ടിച്ചളിയേ ഇത് പൊട്ടിക്കടി ഞാനും കണ്ടിട്ടില്ല എന്ത് സാധനം ഇത് ആ പേപ്പർ വെച്ചത് അയ്യോ കണ്ണീന്ന് വെള്ളമൊക്കെ വല്ലോ സോന എന്താ പറയാനുള്ള കാണിക്ക് സാധനം കാണിക്ക് അഭി മാടോ ഒരു സാധനം കൂടി പൊട്ടിച്ചാലോ പൊട്ടിക്കട്ടെ വേറെ ഒന്നും കൂടി ഉണ്ട് നീ പിടിച്ചേ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഇനി നീ പൊളിക്ക് ഇത് എൻ്റെ മാളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഗിഫ്റ്റ് അയ്യോ അതിപ്രബലമായ നിമിഷത്തിൽ സോനാർ പൊളിക്ക് പൊളിക്ക് മൊത്തം എടുത്തോ കാണിക്ക് ബാക്കി ഇനിയുണ്ട് അതോർക്ക്
ഫോട്ടോ ചോദിച്ചേ. അയ്യോ എന്റെ ഒരുപാട് ഫോട്ടോ. അയ്യോ എന്നാ കാണി. എന്റെ ഒരുപാട് കൊറേ പ്രേമുണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ബാക്കിൽ പേപ്പറിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ എന്തോ വായിക്കുന്ന ഇതൊക്കെ ആരും ചെയ്ത് ആ ഫോട്ടോ ഇങ്ങനെ കഴിഞ്ഞു. എന്നാ അയ്യോ ഇത് കൈയൊക്കെ തളർത്തിരിക്കണടാ. കൈയൊക്കെ തളർത്തിരിക്കണ്. ഇത്രയും ഫ്രെയിം കിട്ടൂല ഒട്ടും വിചാരിച്ചില്ല. ഇതാണ് നമ്മുടെ സാധനം. ഇതാണ് അബിയുടെ ഫ്രെയിം. അബിയുടെ ഫ്രെയിം ഇല്ല ഇല്ല ഇത് മറ്റേ ടൈപ്പാടാ. അയ്യോ ഇത് കവറൊക്കെ വീണോട്. അയ്യോ ഞാൻ പിന്നെ മറ്റേ മിസ്സാക്കിയ സംഭവം പറ. മിസ്സാക്കിയ സംഭവം പറ. പിന്നെ ഞാൻ പറയട്ടെ അബി പറയാട്ടോ. ഞങ്ങൾ ഫോറം മാളില് ട്രഷർ ഹണ്ട് സെറ്റാക്കിയതായിരുന്നു. എന്നിട്ട് ഈ പിശാശ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു ഇവള് വന്നുള്ളത് ഇവൾക്ക് ഉച്ചക്ക് ഇറങ്ങാൻ പറ്റില്ലാതെ. ട്രഷർ ഹണ്ട് സെറ്റാക്കിയിട്ട് ലാസ്റ്റ് അവരൊരു ഗിഫ്റ്റ് സെറ്റാക്കി വെച്ചായിരുന്നു. അതും കൂടി അറിയടാ. സ്മാർട്ട് വാച്ച്. സീരിയസ്ലി അത് ഇനി വേറെ ദിവസത്തേക്ക് ഒരു തരാന്ന് പറഞ്ഞു. ഈ മാളു ടിൻഷടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. എടി മാളു എന്തായിരുന്നു നീ പറഞ്ഞേ? ഒന്നും പറഞ്ഞു വായ തുറന്നു റെഡി. ഒന്നും പറഞ്ഞു റെഡി. ആ കണ്ട അതൊക്കെ ഒരു ഡ്രാമയായിരുന്നു. ചോദിച്ചു നോക്ക്. ആരാണ്ട് ഷിറ്റാപ്പ് വിളിച്ചു നിന്നെ വിളിക്കുന്നേ. ഫൈനലി അയ്യോ അതിന്റെ പെരാഘോഷം ഉണ്ടോ? ആ ഫോട്ടോസ് എങ്ങനെ അവൾക്കൊന്നും പറയാൻ പറ്റുള്ള. ആൾക്കറിയോ അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ്. ഒരു 2500 സാധനം. കുഴപ്പമില്ല നമുക്ക് മൈലാബാരി പോയിട്ട് ഐസ്ക്രീം കഴിക്കട്ടാ. ഞാൻ ഇത് മഞ്ജു അവളിത് മഞ്ജു ഫ്ലാറ്റിയുടെ എത്തിച്ചു. അയ്യോ യോജനെ അയ്യോ രണ്ട് തുള്ളി കണ്ണീർ
നിസ്സാരം വേണ്ടി എനിക്ക് വേണ്ടി മോളിന് വേണ്ടി 2 തുള്ളി കട്ടി ഞാൻ നിന്നെ അറിയണേ. അടിപൊളിയാണ്. പോട്ടേടി വിഷമിക്കണ്ട. ഇത്ര സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടാത്ത സർപ്രൈസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒട്ടും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, പക്ഷെ നീ അതല്ലാതെ ചെറുതാണോ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അത് പോട്ടേടി അടുത്ത പ്രാവശ്യം പിടിക്കാം. പിന്നെ ഇത് എൻ്റെ അപ്ഡേറ്റ് ഏതുള്ള ഫ്രെയിം അത് നീ ചില്ലത് പൊട്ടിപ്പോവും. ഞാനും ആലോചിച്ച ഫ്രെയിമൊക്കെ ഔട്ട് ഓഫ് ഫാഷനായിട്ട് ഇപ്പോൾ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് സ്മാർട്ട് വാച്ച് കൊടുക്കണം. സോ സ്മാർട്ട് വാച്ച് പകരം നമ്മൾക്ക് കൊടുത്തു ഫ്രെയിം കൊടുത്തു. അപ്പോൾ സ്മാർട്ട് വാച്ച് നമ്മൾ വേറെ ദിവസത്തേക്ക് മാള് വരുമ്പോൾ സെറ്റാക്കാം. അതാ മാള് വന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മാള് വന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മാള് ഈ വർഷം ഇപ്പോൾ ഒരു 98 ദിവസമുണ്ട്. 98 ദിവസത്തിൽ ഒരു ഏതെങ്കിലും ഒരു ദിവസം ഓക്കെ അല്ലേ? എടി ഞാനല്ല കളഞ്ഞത്, നീ തന്നെ കളഞ്ഞ. ക്ലാസ് ഉള്ള ചാരങ്ങനെ തന്നെ പോട്ടെ, തിങ്കൾ ചോദിച്ചു, ചൊവ്വ ചോദിച്ചു. ഈ ക്ലാസ് ഉള്ള തിങ്കളും ചൊവ്വയൊക്കെ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ആൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ. സോ സീ യു ടുമോറോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഡിഗ്രി.